ഇലക്ട്രിക് വാഹന നിർമ്മാണ രംഗത്ത് ശരിക്കും ഞെട്ടിക്കുകയാണ് ടാറ്റ. ഒരു കാറ് എന്നതിലുപരി ടാങ്കുകളെയാണ് ഇലക്ട്രിക് വാഹനങ്ങളെന്ന് പറഞ്ഞ് ടാറ്റ ഇറക്കി വിടുന്നതെന്ന് തോന്നുന്നു. കോമ്പാക്ട് SUV വിഭാഗത്തിൽപ്പെടുത്താവുന്ന ടാറ്റ മോട്ടോറിൻ്റെ ഏറ്റവും പുതിയൊരു വാഹനമാണ് ടാറ്റ കർവ് എന്ന് പറയുന്നത്. ശരിക്കും ടാറ്റയുടെ വാഹനങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവ യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻസിലാണ് വരുന്നത് എന്നുള്ളതാണ്. ചൈനീസ് വാഹനങ്ങളെ പോലെ കോപ്പി കാറ്റ് അല്ല. നിലവിൽ വിപണിയിലെ വമ്പന്മാരായിട്ടുള്ള SUV-കൾക്കും അതുപോലെ MPV-കൾക്കും പോലും ചിലപ്പോൾ ഈ ഒരു വാഹനം നല്ല രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ നൽകാനുള്ള സാധ്യതയുണ്ട്. 17.99 ലക്ഷം രൂപയാണ് ഇതിൻ്റെ പ്രാരംഭ വിലയെന്ന് പറയുന്നത്. ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ വാഹനത്തിന്. എല്ലായ്പ്പോഴും എന്നതുപോലെ ടാറ്റ വാഹനങ്ങൾ സുരക്ഷയ്ക്ക് നൽകുന്ന ആ പ്രാധാന്യം ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. മികച്ച സുരക്ഷയാണ് ഈ വാഹനം വാഗ്ദാനം ചെയ്യുന്നത്. ഒരു ടാങ്ക് തന്നെയാണ് കാറെന്നും പറഞ്ഞ് ഇറക്കി വിട്ടിരിക്കുന്നതെന്ന് പറയാം. ടാറ്റയുടെ 5ാമത്തെ ഇലക്ട്രിക് വാഹനമാണ് ഈ കർവ് EV എന്ന് പറയുന്നത്. 7 മോഡലുകളിൽ ലഭിക്കുന്ന വാഹനത്തിൻ്റെ എക്സ്ഷോറൂം വിലയാണ് ഈ 17.49 ലക്ഷം രൂപ. ഏതാണ്ട് 22 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരെയാണ് വാഹനത്തിൻ്റെ എക്സ്ഷോറൂം വില വരുന്നത്. 2 ബാറ്ററി പാക്കുകളിലായിട്ടാണ് ഇത് പുറത്തിറങ്ങുക. ഏകദേശം മീഡിയം റേഞ്ചിൽ 45 കിലോ വാട്ട് ബാറ്ററിയും ലോങ് റേഞ്ചിൽ 55 കിലോ വാട്ട് ബാറ്ററിയുമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഒറ്റ ചാർജിൽ 502 കിലോമീറ്റർ റേഞ്ചും 585 കിലോമീറ്റർ റേഞ്ചുമായിരിക്കും യഥാക്രമം ഇവ നൽകുക. 2 മോഡലുകളിലും 167 HP കരുത്തുള്ള ഇലക്ട്രിക് മോട്ടോറാണ് ഉപയോഗിക്കുന്നത്. 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ 8.6 സെക്കൻഡ് മാത്രം മതി ഈ വമ്പൻ വാഹനത്തിന്. 15 മിനിറ്റ് മാത്രം ചാർജ് ചെയ്താൽ പോലും 150 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ സാധിക്കുന്ന ഈ വാഹനം വിപണിയിൽ ഇന്നുള്ള എല്ലാ ഇലക്ട്രിക് വാഹനങ്ങൾക്കും ഏറ്റവും നല്ലൊരു ടഫ് കോമ്പറ്റേറ്റർ തന്നെയായിരിക്കും. നിലവിൽ ഇലക്ട്രിക് വാഹനമാണെങ്കിലും പെട്രോൾ ഡീസൽ വേരിയന്റുകളും ഇറങ്ങുന്നുണ്ട്. മുന്നിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് നെക്സോണിനോടൊരു സാദൃശ്യം വാഹനത്തിനുണ്ടെങ്കിലും വശങ്ങളിൽ നിന്ന് നോക്കുമ്പോഴാണ് വാഹനത്തിന്റെ ആ ഒരു റോഡ് പ്രസൻസും ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. നീളം കൂടിയ റൂഫ് ലൈൻ, ചരിഞ്ഞിറങ്ങുന്ന കൂപ്പെ ഡിസൈന് വശങ്ങളിൽ നിന്ന് കൂടുതൽ നമുക്ക് കാണാൻ പറ്റും. സ്പോർട്ടി ലുക്കാണ് അലോയ് വീലുകൾക്ക് നൽകിയിരിക്കുന്നത്. പിന്നിൽ വന്നാൽ രണ്ടിലും റൂഫ് ടോപ്പ് മൗണ്ടഡ് സ്പോയിലർ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. ഈ വാഹനം ഫീച്ചേഴ്സിനും സുരക്ഷയ്ക്കും ഒരുപോലെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 12.3 ഇഞ്ച് ടച്ച് സ്ക്രീനും 10.2 ഫുള്ളി ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേയും ഇതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ പനരോമിക് സൺറൂഫ്, ടോപ്പ് എൻഡ് വേരിയന്റുകളിൽ 6 എയർ ബാഗുകൾ, 360 ഡിഗ്രി ക്യാമറ, അതുപോലെ തന്നെ ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോളർ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. ഏറ്റവും മികച്ച മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. എന്തായാലും EV മാർക്കറ്റിൽ ആ ഒരു ടാറ്റയുടെ ഒരു മേധാവിത്വം അവർ നിലനിർത്തുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുള്ള വിപണികളിലും ടാറ്റ വാഹനങ്ങൾക്ക് വലിയ സ്വീകാര്യതയുണ്ട്. കാരണം ഇവ യുണീക്കാണ്, അതേ സമയത്ത് സുരക്ഷയും വാഗ്ദാനം ചെയ്യുന്നു. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.